തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ക്രിസ്തു യേശുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. റോമർക്ക് എഴുതിയ ലേഖനം 2:28-29 വാക്യങ്ങൾ. എന്താണ് പരിച്ഛേദന? പരിശുദ്ധനായ ദൈവം തനിക്ക് സ്വന്തമായി ഒരു വിശുദ്ധ ജനത്തെ വാർത്തെടുക്കുവാനുള്ള പ്രക്രിയ ആരംഭിച്ചപ്പോൾ അവർ തന്റെ വേർതിരിക്കപ്പെട്ട ജനമെന്നുള്ളതിന്റെ അടയാളമായി ശരീരത്തിലേറ്റ ഒരു ബാഹ്യമായ അടയാളവും ആന്തരികമായി ദൈവത്തോടും തന്റെ കൽപ്പനകളോടും ഒരാൾ പുലർത്തുന്ന പ്രതിബദ്ധതയുടെയും ദൈവവുമായുള്ള ഉടമ്പടിയുടെയും ബാഹ്യമായ ചിഹ്നവുമാണ് പരിച്ഛേദന. ദൈവം ഇസ്രായേൽ മക്കളെ പോറ്റി പുലർത്തി കനാനിൽ കൊണ്ടുവന്ന് പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ അധിവസിപ്പിച്ചു. അവർക്ക് ദൈവജനമെന്ന് പേരുണ്ടായിരുന്നു. ശരീരത്തിൽ ദൈവം കൽപ്പിച്ച അടയാളം അവർക്കുണ്ടായിരുന്നു. മുടങ്ങാതെ ആരാധനയും ഉണ്ടായിരുന്നു. എങ്കിലും അവരുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്ന് അന്യ ദൈവങ്ങളുടെ പുറകെ പോയതായി കാണാം. യെശയ്യാവിന്റെ പുസ്തകം 29:13 പ്രവാചകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും ആദരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയം അവർ എന്നിൽ നിന്ന് ദൂരത്ത് വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനയാകുന്നു എന്ന് പറയുന്നു. പല യഹൂദന്മാർക്കും ഈ ബാഹ്യമായ അടയാളമേ ഉള്ളൂ, ആന്തരികമായ ജീവനില്ല. ദൈവജനമായി തീരേണ്ടതിന് ഈ ആന്തരിക പരിവർത്തനം ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ട് ആവർത്തന പുസ്തകം 10:16 നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവാൻ പറയുന്നു. പാരമ്പര്യങ്ങളുടെ ആവർത്തനങ്ങളിൽ ഊറ്റം കൊണ്ട് ബാഹ്യമായി പരിച്ഛേദനയുടെ അടയാളം പേറി മോശയുടെ ന്യായപ്രമാണം അക്ഷരം പ്രതി പഠിച്ച് ആചരിക്കുന്നവനല്ല യഹൂദൻ. പിന്നെയോ പരിശുദ്ധാത്മാവിലുള്ള ഹൃദയ പരിവർത്തനത്തോടുകൂടി തങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ന്യായപ്രമാണം പ്രാവർത്തികമാക്കുന്നവനാണ് യഥാർത്ഥ യഹൂദൻ. വിജാതീയരോട് സുവിശേഷം അറിയിക്കുമ്പോൾ യഹൂദന്മാർക്ക് ലഭിച്ച ന്യായപ്രമാണത്തെയും പരിച്ഛേദനയും പൗലോസ്ലീഹ ഒരിക്കലും അവഗണിച്ചിരുന്നില്ല. യഹൂദ ന്യായപ്രമാണത്തിന്റെ അന്തസത്ത ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നതായി മനസ്സിലാക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 2:25 നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് എന്ന് പറയുന്നു. ന്യായപ്രമാണത്തിലൂടെയും പരിച്ഛേദനയിലൂടെയും ദൈവം യഹൂദന് നൽകിയ ആത്മീയ സന്ദേശത്തെ അവർ ശ്രദ്ധിക്കാതെ ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം ശ്രദ്ധ തിരിച്ചത് കൊണ്ടാണ് അവർ ഫലരഹിതരായി തീർന്നത്. പുതിയ ഇസ്രായേലിലെ നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ ഏറ്റ് ക്രിസ്തുവിന്റെ ജീവനിൽ പങ്കാളികളായി ആ ജീവന്റെ ശക്തിയും ശോഭയും നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് പരിച്ഛേദനയും ന്യായപ്രമാണവും അടിസ്ഥാന ഘടകമല്ല. ഇന്ന് പൗരാണികതയെ ഉയർത്തിപ്പിടിച്ചും വിശ്വാസ പ്രമാണങ്ങൾക്ക് വിശദമായി വിശകലനങ്ങൾ എഴുതി പിടിപ്പിച്ചും ക്രൈസ്തവ നാമധാരികളായി തങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളാണെന്ന് അന്ധമായി വിശ്വസിച്ചുകൊണ്ട് നടക്കുന്ന അനേകരെ കാണാം. നാമും പേരിന് മാത്രമുള്ള ക്രിസ്ത്യാനികളാണോ എന്ന് ചിന്തിക്കണം. നമ്മെ കാണുന്നവർക്ക് നമ്മിലൂടെ ദൈവ ദർശനം സാധ്യമാകുന്നുണ്ടോ എന്ന് അവഗാഹമായി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു പോയി. എന്നാൽ നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഹൃദയ പരിവർത്തനത്തോടെ പുതിയ സൃഷ്ടികളായി ക്രിസ്തുവിന്റെയും സ്നേഹത്തിന്റെയും ശക്തിയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സമാധാനത്തിന്റെയും വാഹകരായി യേശുവിന്റെ അനുകാരികളായി ഹൃദയ പരിച്ഛേദനയേറ്റ് പുതിയ സൃഷ്ടികളായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.